ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഡ്രാമ കാർണിവൽ. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓ നെഗറ്റീവ് എന്ന സീരീസിൻ്റെ 11th എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയത് ഇവർ മൂന്നാളും കൂടെ ആർട്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സീനാണ്. അവിടെ ഉണ്ടായിരുന്ന ട്രെയിനിൽ നടക്കുന്ന ചെറിയ ചെറിയ സീനുകളായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു നിർത്തിയത്. അപ്പോൾ ഈ എപ്പിസോഡ് ഇതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി കഴിഞ്ഞ എപ്പിസോഡ് കാണാം. എന്നാൽ മാത്രമേ നമുക്ക് ഈ എപ്പിസോഡിൽ എന്താ നടക്കുന്നത് എന്നൊക്കെ ഉള്ളത് മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇനിയും കാണുന്നതെങ്കിൽ ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി വേഗം വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും ട്രെയിനിൻ്റെ സീൻ തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ആർട്ടും പ്രിമ്മും മാത്രമുള്ളൂ. അവരിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ആ ടൈമിലാണ് നമ്മുടെ പേൺ എല്ലാവർക്കും ഉള്ള വെള്ളം കുപ്പിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതേപോലെ പേൺ നമ്മുടെ പ്രിമ്മിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു ഹെയർ ബാൻഡ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ പ്രിമ്മ് ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും അതല്ല, നിൻ്റെ മുടി നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, നിൻ്റെ ഫേസിലോട്ടൊക്കെ അത് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് നീ ഇത് വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്കത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിമ്മാണെന്നുണ്ടെങ്കിൽ അത് വെക്കാനൊക്കെ ആയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിനാണെങ്കിൽ ഇവർ കപ്പിൾസ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നുള്ള രീതിയിലൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ പോൺ പറയും പ്രിം ഇതിങ്ങനെയല്ല, നീ തിരിഞ്ഞിരിക്കുക, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനെന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി കാണുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിനാണെങ്കിൽ ഭയങ്കര സങ്കടമാകും. കാരണം എടാ മതിയടാ എന്നുള്ള രീതിയിൽ സങ്കടമാകും കേട്ടോ. അവനിങ്ങനെ അവളോട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് പെരുമാറുന്ന കാണുമ്പോഴത്തേക്ക് ഇവന് വല്ലാണ്ട് സങ്കടമാകും. പക്ഷെ പേണിന് അറിയത്തില്ല, ആർട്ടിന് ഇവളോടുള്ള ഇഷ്ടമൊന്നും പേണിന് അറിയത്തില്ല എന്നും അവനറിയാം. അതുകൊണ്ടാണ് അവനിങ്ങനെ കാണിക്കുന്നതെന്ന് നമ്മുടെ ആർട്ടിനെ അറിയാം കേട്ടോ. പിന്നീട് ഇവരിങ്ങനെ എൻജോയ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. ട്രെയിനിൽ നമ്മുടെ പ്രിമ്മിനാണെങ്കിൽ ഫസ്റ്റ് ട്രെയിനാണ്. ഇതൊക്കെ അവൾ എൻജോയ് ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ പ്രിം ആർട്ടിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വീട്ടിലെ വിശേഷങ്ങളെയൊക്കെ പറ്റി പറയാനൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് അവനറിയായിരുന്നു ഓൾറെഡി ഇതൊക്കെ ചോദിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരത്തെ സംസാരത്തിന് ശേഷം നമ്മുടെ പ്രിം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിൻ്റെ ആ വിൻഡോൻ്റെ അവിടെ കൈ വെച്ചിങ്ങനെ ഉറങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ പേണാണെന്നുണ്ടെങ്കിൽ പ്രിമ്മിനെ നോക്കിയിരുന്ന് അവനും ലാസ്റ്റ് ഉറങ്ങിപ്പോകുന്ന സീനാണ് കേട്ടോ കാണിക്കുന്നത്. ആ ടൈമിൽ നമ്മുടെ ആർട്ട് അവിടെ നിന്ന് വരുന്നുണ്ട്. ആർട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ പേണാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സീറ്റിൽ, നേരത്തെ ആർട്ട് ഇരുന്ന സീറ്റിലായിരിക്കും പേൺ ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആർട്ട് പ്രിമ്മിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രിമ്മാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കമായിരിക്കും. ഉറങ്ങി അവൾ ലാസ്റ്റ് നമ്മുടെ ആർട്ടിൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിനാണെങ്കിൽ ഭയങ്കര എന്തോ പോലെയായിപ്പോവും. കാരണം അവൻ ഇതുവരെ ആരോടും ഒരു പെൺകുട്ടികളോടും ഇങ്ങനെ അടുത്തിടപഴകിയിട്ടില്ല. പെട്ടെന്ന് ഇത് കാണുമ്പോഴത്തേക്കും അവനാണെങ്കിൽ കൈയൊക്കെ വിറക്കുന്ന പോലെയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. പക്ഷെ അവന് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവന് ഭയങ്കര സന്തോഷം ഉണ്ടാവും. അതുകൊണ്ടാണ് അവൻ അനങ്ങാതിരിക്കുന്നത്. കാരണം അവൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ അനങ്ങാതൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സീൻ എന്ന് പറയുന്നത് ഇവർ നമ്മുടെ ആർട്ടിൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിൻ്റെ അമ്മ ഭയങ്കര സ്വീറ്റായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് പാൺ നീ കുറേ ആയാലും ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ നിന്നെ മറന്നിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ സംസാരിക്കുന്നുണ്ട്. അതുപോലെ ആർട്ടിനോട് ചോദിക്കുന്നുണ്ട് ഇത് പുതിയ ഫേസ് ആണല്ലോ, നിങ്ങളുടെ ഫ്രണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആർട്ടിനോട്. അപ്പോൾ ആർട്ട് പറയും അമ്മ അവിടെ കൂടെ പഠിക്കുന്ന ഫ്രണ്ടാണെന്ന് പറയും. അമ്മ ചോദിക്കും നിങ്ങൾക്ക് വിശക്കുന്നുണ്ടാവുമല്ലേ, കഴിക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും അമ്മ ഞങ്ങൾ ട്രെയിനിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല, മര്യാദക്ക് വിശക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ അമ്മ പറയും അല്ലെങ്കിൽ ട്രെയിനിൽ നിന്നൊന്നും കഴിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെറൈറ്റി ഫുഡ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എല്ലാവരും വീട്ടിലേക്ക് ക്ഷണിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മുടെ പ്രിമ്മാണെന്നുണ്ടെങ്കിൽ അമ്മേനോട് ഭയങ്കരമായിട്ട് അടുത്ത് കഴിഞ്ഞു കേട്ടോ. എല്ലാത്തിനും സഹായിക്കുന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിൾ നിറയെ ഫുഡ്സൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ ആർട്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് വെള്ളം കൊണ്ടുവന്നില്ലല്ലോ. ആർട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പ്രിമിനോട് വെള്ളം എടുത്തിട്ട് വന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രിം ഓടിച്ചൊന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും ഐസില്ല, ഐസ് ക്യൂബ് എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ പ്രിം പോയി ഐസ് ക്യൂബ്സൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. കാരണം ഇവന് ആരോടും അധികം സംസാരിക്കാത്ത കൂട്ടത്തിലാണല്ലോ. അപ്പോൾ ഇവളോട് ഇങ്ങനെ പെരുമാറാൻ കണ്ടപ്പോഴത്തേക്ക് അമ്മക്ക് അതിശയം തോന്നിയിട്ട് നോക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രിം വന്നിട്ട് എല്ലാവർക്കും ഗ്ലാസ്സിൽ ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഇങ്ങനെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ ആർട്ടിനോട് ചീത്ത പറയുന്നുണ്ട് നീ എന്തെങ്കിലും കാണിക്കുന്നു, നിൻ്റെ വീട്ടിൽ വന്നിട്ട് നീ അവളെ സർവന്റിനെ പോലെ എടുത്ത് കൊടുക്കാനൊക്കെ പറയും. നോക്കുമ്പോഴത്തേക്ക് ആർട്ട് അപ്പോഴായിരിക്കും ആലോചിക്കുക. അപ്പോൾ പ്രിം പറയും അത് സാരില്ല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രിം ചോദിക്കും ആർട്ട് നാളെ നീ എവിടേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആർട്ട് പറയും അതൊക്കെ സീക്രട്ടാണ്, നിങ്ങൾക്ക് സർപ്രൈസാണെന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് നമ്മുടെ ആർട്ട് ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് കാണിക്കുന്നത്.
നെക്സ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രിമ്മ് ആർട്ടിൻ്റെ അമ്മേനെ സഹായിക്കുക, അതായത് പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുക, അത് കഴുകാനൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് വെക്കുന്നൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും ഞാൻ ചെയ്തോളാം, ഞാൻ വാഷ് ചെയ്തോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയുമ്പോൾ അതൊന്നും വേണ്ട, നീ ഒരുപാട് ദൂരം യാത്ര ചെയ്തല്ലേ, നീ ടയർഡായിട്ടുണ്ടാവും, പോയി റെസ്റ്റ് എടുക്കാൻ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയുമ്പോൾ എനിക്ക് റെസ്റ്റ് ഒന്നും വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്തോളാം പറയുമ്പോഴത്തേക്കും അമ്മ പറയും എന്നാൽ ഒരു കാര്യം ചെയ്യും, നീ ആദ്യം പോയി കുളിക്ക്, ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വരാൻ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിം അവിടെ നിന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ അമ്മ പറയുന്നുണ്ട് നല്ല പെൺകുട്ടിയാണല്ലേ അവൾ, എല്ലാവരെയും സഹായിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള കൂട്ടത്തിലാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയുമ്പോൾ അവളല്ലെങ്കിലും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന കൂട്ടത്തിലാണെന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോൾ അമ്മ ചോദിക്കും നിനക്ക് അവളെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടാണെങ്കിൽ ഞെട്ടിപ്പോവും, എന്തൊക്കെയോ പോലെ ആയിപ്പോവും, ഇഷ്ടമോ എന്ത് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അപ്പോൾ അമ്മ പറയും എനിക്കറിയാം നിനക്ക് അവളെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും അങ്ങനെയൊന്നുമില്ല, ഞാൻ അവളോട് തമാശയ്ക്കാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നങ്ങനെ പറയും കേട്ടോ. അതിന് ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ മൂന്നാളും കൂടി പുറത്തൊരു ബെഞ്ചിൽ നക്ഷത്രങ്ങളൊക്കെ എണ്ണിയിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിൻ്റെ അമ്മ വന്നിട്ട് കുറച്ച് സ്നാക്സും മാംഗോസൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുക്കും, ഇതൊന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ ഇനി പറയും കേട്ടോ. അപ്പോഴത്തേക്കും ഇവർക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് നമ്മുടെ പ്രിം അതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ അത് അവിടേക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പോലെ അവൾ പിന്നെയും സ്റ്റാർസൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് ഇതുപോലെ സ്റ്റാർസൊന്നും നമ്മുടെ അവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തൊരു സ്റ്റാർസാണ്, നമ്മുടെ ബാങ്കോക്കിൽ ഇങ്ങനത്തെ ഒരു വ്യൂവേ കാണാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പേൺ പ്രിമിനോട് വയ്ക്കും നല്ല ബ്യൂട്ടിഫുൾ ആണല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം ചോദിക്കും ഞാനാണോ അതോ സ്റ്റാർസ് ആണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും പേൺ പറയും നീ തന്നെയാണ് നീനെ പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിന് ഭയങ്കരമായിട്ട് എന്തോ പോലെയാവട്ടെ, ഇവർ തമ്മിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കും, പക്ഷെ അവൻ ഒന്നും മൈൻഡാക്കാണ്ട് ഇനി ഇരിക്കുന്നത് കേട്ടോ. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിമ്മാണെങ്കിൽ ഓരോന്നൊക്കെ എന്നെ പറഞ്ഞു, കാരണം ചോമ്പോനെയും അതുപോലെ ഫോണിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, അതുപോലെ അവളുടെ ഫാദറിനെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ആ ടൈമിൽ നമ്മുടെ പേണിൻ്റെ കൈയും അതുപോലെ പ്രിമിൻ്റെ കൈയിനെ ടച്ച് ആവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പേണാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിമിൻ്റെ കയ്യിലിനെ ക്ലോസ് ചെയ്ത് പിടിക്കുന്നുണ്ട്, പക്ഷേ പ്രിം അതിനൊന്നും റിയാക്ട് ചെയ്യുന്നില്ല, കാരണം അവൾ ആ സങ്കടങ്ങളൊക്കെ വിചാരിച്ചിങ്ങനെ ഫീൽ ചെയ്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ ആർട്ടാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല, അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവനിങ്ങനെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ അച്ഛനെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആർട്ടിൻ്റെ അവിടെ വീട്ടിൽ കറണ്ട് പോകും കേട്ടോ. അപ്പോൾ ഇതെന്താന്ന് നോക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിൻ്റെ അമ്മ തനിയെ അവിടെ ടോർച്ചൊക്കെ അടിച്ച് നോക്കിയിട്ട് മെയിൻ സ്വിച്ചൊക്കെ ട്രിപ്പായതൊക്കെ മാറ്റുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമ്മ് ചോദിക്കും ആൻറ്റി ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ്റെ അമ്മ പറയും കുറേ കാലങ്ങളായിട്ട് ഞാൻ ഒറ്റയ്ക്കാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പഠിച്ചു, ഞാൻ ഇതൊക്കെ ചെയ്യാനായിട്ട് പഠിച്ചെന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിമ്മിന് ഭയങ്കര സങ്കടമാവും. അവളിങ്ങനെ അവളുടെ അമ്മേൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കും, കാരണം അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല, എന്നൊരു കൂട്ട് വേണം, അമ്മയോടെ ഒറ്റയ്ക്കല്ലേ എന്നുള്ള രീതിയിൽ അവളിങ്ങനെ ആലോചിക്കാണ് കേട്ടോ. എന്നിട്ട് അവളിങ്ങനെ പുറത്ത് പോയിരുന്നിട്ട് അമ്മേനെ കോളാക്കുകയാണ്. ആ കോളൊക്കെ ആക്കി സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ പേൺ അവിടെ വരുന്നുണ്ട്. പേൺ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി പ്രിം, നീ എന്താ ആലോചിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും ഞാനതെൻ്റെ അമ്മേനെ പറ്റി ആലോചിച്ചതാണ്, എനിക്ക് അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് നമ്മുടെ പേണും പ്രിമും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്, അതായത് അമ്മയ്ക്ക് ഞാൻ ഇല്ലാണ്ടൊട്ടും പറ്റത്തില്ല, ഇപ്പം എങ്ങനെയാണ് അമ്മ അവിടെ കഴിയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവർ ഉറങ്ങുന്ന സീനാണ് കേട്ടോ കാണിക്കുന്നത്. ആർട്ടാണെങ്കിൽ നല്ല ഉറക്കമാണ് പൊതുവെ, പേണാണെന്നുണ്ടെങ്കിൽ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് കിടക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അവനിങ്ങനെ ആലോചിക്കുന്നുണ്ട് പ്രിമിനൊന്ന് മെസ്സേജ് അയച്ചാലോ എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ട് അവൻ ഫോൺ എടുത്തിട്ട് നമ്മുടെ പ്രിമിന് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഇതോടെ ഈ എപ്പിസോഡോട് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ആർട്ടിന് പേണിനോട് ദേഷ്യം ഉണ്ടാവുമോ അതോ ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലാവുമോ എന്നുള്ളതൊക്കെ കാണുന്നവരേക്കും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഓടിപ്പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇറ്റ്സ് സൈനിങ് ഓഫ് തസ്നി സുബൈർ, ടാറ്റാ.